എടാ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ലടാ, എനിക്കൊരു 2 മണിക്കൂർ ഗ്യാപ്പാ. എന്റെ ക്രിയേറ്റിവിറ്റി ഞാൻ വർക്കൗട്ട് ആക്കി എടുത്തോട്ടെ. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എടാ നീ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എനിക്ക് ഐഡി കിട്ടും, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഗ്യാപ്പാ. ഓക്കെ ശരി. എന്തായി കിട്ടിയാ? എന്ത് കിട്ടിയാന്ന്? അല്ല നീ എന്താണ്ട് ഉണ്ടാക്കാൻ പോവല്ലേ? വീഡിയോ എന്താ കറി ഉണ്ടാക്കുന്നത്? വീട്ടില് തങ്കാനും കൂടി അറിയാനുണ്ടായിരുന്നുള്ളൂ. ഇത് എവിടെ നിന്ന് അറിഞ്ഞ്? എല്ലാരും പറഞ്ഞു. ഞാൻ മാത്രല്ല, താഴെ സുൽച്ചേച്ചി അറിഞ്ഞല്ലോ. നാട്ടുകാർ മൊത്തം കിട്ടിയോ? പറ. ഇല്ല, കിട്ടിയില്ലെന്ന്. ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം വേണമെന്നേ. നിനക്ക് എങ്ങനെ കിട്ടും? നിനക്ക് കിട്ടരുത്. നിനക്ക് ഈ സാധനം കിട്ടരുത്. അതെന്ത്? എന്നെ പോലെ ഇത്രയും നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ഒരാൾ ഇവിടെ ഉള്ളപ്പോ നിന്നോട് ആര് പറഞ്ഞ അവളുടെ അടുക്ക പോയി ചോദിക്കേ? ഞാൻ നീ എന്റെ അടുത്ത് വരട്ടേന്ന് ഓർത്ത് നിന്നാ, പിന്നെ പാവല്ലേന്ന് വിചാരിച്ചിട്ടാ ഞാനിപ്പോ ചോദിച്ചത്. എന്റെ അടുത്തുണ്ട് 3-4 എണ്ണം. എന്തുണ്ടെന്ന്? നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങള്. വെറൈറ്റി ആണോ? പിന്നെ വെറൈറ്റി അല്ലാതെ പിന്നെ ഞാൻ പറയോ നിന്നോട്? 4 എണ്ണം പറയാനത്ത് ഏതാ നിനക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ. എന്നിട്ട് 2ാമത്തെ 3 ഞാൻ പറയാം. ചിക്കൻ പെരട്ട്, ചിക്കൻ സ്റ്റൂ, ബീഫ് ഒലർത്ത്, അത് സൂപ്പറാ. ഇതൊന്നും അല്ലാത്ത മറ്റേ സാധനമില്ലേടി, താറാവ് മപ്പാസ്. ഇവരൊക്കെ അല്ലേ പാത്രം അടിച്ചു നോക്കും. 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രാവിലെ വിളമ്പിട്ടേ ഉള്ളൂ. ഏത്? ഇതൊക്കെയോ? താറാവും മപ്പാസും. ഞാൻ പറഞ്ഞു കൊടുത്തത് അവർക്ക് ഇതെല്ലാം. എന്റെ പൊന്നാട്ടോ ചേട്ടൻ എന്തോ വെറൈറ്റിയും ക്രിയേറ്റീവ് ആയിട്ടുള്ള വേണോ? ഇതെന്താ വെറൈറ്റി? ഇവർ ആരുടെ ചോദിക്കോ ചേട്ടൻ എന്തോന്ന് വെറൈറ്റി? അല്ല അമ്മ എന്തൊക്കെയാണ് ഈ താറാവ് മപ്പാസും ചിക്കൻ പെരട്ടൊക്കെ നമ്മള് ഡെയിലി ഉണ്ടാക്കുന്നതാണോ? ആണോ? വേറെ ഡെയിലി ഉണ്ടാക്കാത്ത കാര്യം എന്തോന്നോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്? ഒന്നെങ്കിൽ മറ്റേ കപ്പങ്ങ ഒലത്തിയത്, അല്ലെങ്കിൽ മുരിങ്ങയില തോരൻ, അല്ലെങ്കിൽ ഉപ്പുമാവ്. വെറൈറ്റി കണ്ടുപിടിച്ചു കൊടുക്ക്. വലിയ ആളല്ലേ, കണ്ടുപിടിച്ചിട്ടുണ്ട്. ജാപ്പനീസ് സുഷി കത്തും സീരിയസ് ആയിട്ട്. സംഭവം വെറൈറ്റി ആണ്. പക്ഷെ ഈ സുഷിയൊക്കെ ഉണ്ടാക്കണ ഈ സാൽമൺ ഫിഷ് ഒക്കെ വേണം. കുരിശെടുത്ത് ചുമക്കുന്ന പരിപാടിയാണ്. കേരളത്തിലുള്ള ആൾക്കാർക്ക് കാണാനല്ലേ. നിങ്ങൾ ജപ്പാനിലുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ആർക്ക് എന്ത് പ്രയോജനം? ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കിക്കോ, നല്ലതാ. ഇല്ല, അത് കുറച്ച് വെറൈറ്റി വേണമെന്നേ. അത് ഡെയിലി ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വല്ലപ്പോഴും എന്തറിയാം നിനക്ക്? കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്റെ പൊന്നെ എന്റെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല. ഇത് എങ്ങനെ ഉണ്ടാക്കി വെച്ച് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ. പക്ഷെ എന്റെ അവസാനം ഉണ്ടാക്കുന്ന ഇടണ ഒരു സാധനം ഉണ്ട്. അതിന്റെ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. എന്റെ പൊന്നമ്മ, കുടുംബശ്രീയിലെ 10 ആന്റിമാരെ പോലെ അല്ല ലോകം മൊത്തം കാണുന്നത്. വേൾഡ് വൈഡ് അല്ലേ കാണുന്നത്. അപ്പൊ അതുപോലെ നീ ഇവളുടെ വാക്കും കേട്ടിട്ടാണ് എന്റെ ഇത് വേണ്ടാന്ന് വെച്ചെങ്കിൽ നീ എന്റെ അടുത്ത് തന്നെ വരും. അമ്മ വേറെ എന്തെങ്കിലും വെറൈറ്റി പറഞ്ഞ അക്സെപ്റ്റ്. വേണ്ടെങ്കിൽ വേണ്ട. സുഷി ചെയ്യട്ടെ, നല്ലതാണ്. എടി സുഷി കഷ്ടപ്പാടാണ്. അത് അനാവശ്യമായിട്ടുള്ള പണി മേടിക്കില്ല. കഷ്ടപ്പെട്ടാലേ ഇത് കിട്ടുള്ളൂ. ഇനിയിപ്പൊ അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമുക്ക് പറമ്പി ഇറങ്ങി ഈ വാഴേനെയും ഈ മറ്റെന്തോന്ന് ചേനേനെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇടാം. കിഴങ്ങിനെയൊക്കെ. കിഴങ്ങ് പൊടിയായിരുന്നു കിഴങ്ങ്. ഇപ്പൊ അതൊക്കെയാണ് ഹിറ്റാവുന്നത്. എന്ത് ഹിറ്റാണത്? അതും ക്ലീഷാണ്. അതൊന്നും പോരെന്ന്. അതൊക്കെ ഹിറ്റാക്കി ഭയങ്കരമായിട്ട് ഹിറ്റാക്കി. അത് പോരെ. എന്തെങ്കിലും വെറൈറ്റി ട്വിസ്റ്റ് എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം വേണം. എന്നാ പിന്നെ അങ്ങോട്ട് നില്ലോ. അല്ല മാങ്ങയും വീണ് വെറൈറ്റി എന്തെങ്കിലും ഐഡിയ വരട്ടെ. പിന്നെ എന്തോന്നു നമ്മൾ പറഞ്ഞോട്ടും കേൾക്കുകയില്ല. സുഷി നല്ലായിരുന്നു, വേണമെങ്കിൽ എന്റെ പൊന്നെ, ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞു. സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത്.